ആദ്യ മംഗല്യ സൗഭാഗ്യത്തിന് സന്നിധിയായി കാവുവിള ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രം. പുണ്യപുരാതനമായ ചാവർകോട് കാവുവിള ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിൽ പാരിപ്പള്ളി കിഴക്കനേല സ്വദേശി സജിത്തിനും മുത്താന സ്വദേശിനി വീണയ്ക്കുമാണ് ഇന്ന് വിവാഹ മണ്ഡപമൊരുങ്ങിയത്. ചാവർകോട് കാവുവിള മാടങ്കാവ് ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിലെ ആദ്യത്തെ കല്യാണമാണ് ഇന്ന് നടന്നത്. അതേപോലെ തുടർന്നും ഭക്തജനങ്ങൾക്ക് കല്യാണം നടത്തുന്നതിനുള്ള സകല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്ര തിരുസന്നിധിയിലെ ആദ്യത്തെ വിവാഹമായിരുന്നു ഇവരുടേത്. ക്ഷേത്രാധികാരികളായ പത്മാസനനും അദ്ദേഹത്തിന്റെ പത്നി അംബിക പത്മാസനനും നാട്ടുകാരും ചേർന്നാണ് വിവാഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ നിർധന കുടുംബത്തിന് ഒരുക്കിക്കൊടുത്തത്. കാവുകുളം മാടങ്കാവ് ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ മൂന്നാം പ്രതിഷ്ഠ വാർഷികം ആദ്യമായി നടക്കുന്ന കല്യാണമാണ്. എല്ലാവർക്കും കല്യാണത്തിനുള്ള ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും ഭരണസമിതിയുടെയും കമ്മിറ്റിക്കാരുടെ എല്ലാ സഹകരണങ്ങളും വളരെ കൃത്യമായ രീതിയിൽ നടത്തക്ക രീതിയിൽ നമ്മൾ അനുവദിക്കുന്നതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 100-200 പേർക്ക് കഴിയാനുള്ള സദ്യാലയമുണ്ട്, അടിപൊളി മണ്ഡപമുണ്ട്. ഇത് വരുന്ന കല്യാണക്കാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മളോട് ചെയ്തു കൊടുക്കുന്നതാണ്. സാധാരണക്കാർക്കും നടത്തുന്നതെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ തുക മാത്രമേ നമ്മൾ കൈപ്പറ്റുന്നുള്ളൂ. അല്ല സാധാരണ 25,000-20,000 ഒന്നും വാങ്ങില്ല. നമ്മൾ വളരെ തുച്ഛമായ എമൗണ്ട് വാങ്ങി എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റായാലും കമ്മിറ്റിക്കാരായാലും ഭരണസമിതിയായാലും എല്ലാ സൗകര്യങ്ങളും നമ്മളോട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇരു കൂട്ടരുടെയും ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. നമസ്കാരം. കാവുവിള മാടങ്കാവ് ശ്രീ ഭദ്രാ ഭഗവതിയുടെ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ. 2022 മെയ് മാസം 31 ചൊവ്വാഴ്ച ദിവസം ഇന്ന് ആദ്യമായിട്ട് ദേവിയുടെ തിരുസന്നിധിയിൽ വെച്ച് ഒരു മംഗല്യം നടക്കുകയുണ്ടായി. അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊടുക്കുകയുണ്ടായി. ഇനിയും ഇതുപോലുള്ള മംഗല്യങ്ങൾ ദേവിയുടെ തിരുസന്നിധിയിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഈ നാട്ടിലും നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ഈ അവസരത്തിൽ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വിസ്മയാനൂസ്, പാരിപ്പള്ളി.